ദൈനംദിന ചെലവുകൾക്ക് പോലും നട്ടം തിരിയുന്ന KSRTC ഇൻഷുറൻസ് ഇല്ലാത്ത ബസ്സുകൾ ഉപയോഗിച്ച് സർവീസ് നടത്തിയതിലൂടെ നഷ്ടമാക്കിയത് കോടികൾ. കഴിഞ്ഞ 6 വർഷത്തിനിടെ ഇൻഷുറൻസ് ഇല്ലാത്ത ബസ്സുകൾ ഉണ്ടാക്കിയ അപകടം മൂലം 150 കോടി രൂപയാണ് കോർപ്പറേഷന് നഷ്ടമായത്. ആകെയുള്ള ബസ്സുകളിൽ 75% ബസ്സുകൾക്കും ഇൻഷുറൻസ് ഇല്ലെന്നാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം. അമൃത ന്യൂസ് എക്സ്ക്ലൂസീവ്. സംസ്ഥാനത്ത് KSRTCക്ക് ആകെയുള്ളത് 5523 ബസ്സുകൾ. ഇവയിൽ നിയമാനുസൃതം ഇൻഷുറൻസ് ഉള്ളത് 2346 ബസ്സുകൾക്ക് മാത്രം. 444 സ്വിഫ്റ്റ് ബസ്സുകൾ കൂടി ചേർത്താണ് ഈ കണക്ക്. ഇൻഷുറൻസ് ഇല്ലാത്ത ബസ്സുകൾ അപകടത്തിൽപ്പെടുമ്പോൾ ബന്ധപ്പെട്ട മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രിബ്യൂണലുകൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവിൽ നഷ്ടപരിഹാരം നൽകേണ്ടത് കോർപ്പറേഷനാണ്. ഇക്കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ KSRTC നഷ്ടമാക്കിയത് 150 കോടി രൂപയും. 2016-17 കാലയളവിൽ മാത്രം ഈ ഇനത്തിൽ 63.88 കോടി രൂപയാണ് KSRTC മുടിച്ചത്. 2017-18 കാലയളവിൽ 31.87 കോടി രൂപ. 2018-19 വർഷത്തിൽ 37.59 കോടിയും 2019 മുതൽ 20 വരെയുള്ള കണക്ക് പ്രകാരം 15.76 കോടി രൂപ എന്നിങ്ങനെയാണ് ഇൻഷുറൻസ് ഇല്ലാത്ത ബസ്സുകൾ നിരത്തിലിറക്കിയതിന് പിന്നാലെ സംഭവിച്ച അപകടങ്ങൾക്ക് KSRTC നൽകേണ്ടി വന്ന നഷ്ടപരിഹാര തുകയെന്ന് വിവരാവകാശ രേഖകളും വ്യക്തമാക്കുന്നു. പൊളിച്ചു മാറ്റണമെന്ന കോടതി നിർദ്ദേശമുള്ള വാഹനങ്ങളുടെ പരിധിയിൽ വരുന്ന 15 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള 1194 ബസ്സുകൾ ഇപ്പോഴും KSRTCയുടെ പക്കലുണ്ട്. ഇതിൽ 1080 ബസ്സുകൾ KSRTC ഇപ്പോഴും സർവീസിനായി വിനിയോഗിക്കുന്നുണ്ടെന്നും സർക്കാർ നൽകിയിട്ടുള്ള വിവരാവകാശ മറുപടിയിൽ വ്യക്തം. സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന KSRTC ബസ്സുകളുടെ എണ്ണം 5523 ആണ്. അതിൽ പകുതിയിലേറെ ബസ്സുകൾക്കും ഇൻഷുറൻസ് ഇല്ലെന്നാണ് KSRTC എന്ന് പറയുന്നത്. 2000-അടുത്തുള്ള KSRTC ബസ്സുകൾക്കുള്ളതായിട്ട് തേർഡ് പാർട്ടി ഇൻഷുറൻസുമാണ്. 2016 മുതൽ 2020 വരെ KSRTCയുമായി ബന്ധപ്പെട്ട് അപകടത്തിൽപ്പെട്ട് മോട്ടോർ ആക്സിഡൻറ്റ് ട്രിബ്യൂണൽ നിർദ്ദേശിക്കുന്ന നഷ്ടപരിഹാരം നൽകിയിരിക്കുന്നത് 149 കോടിയിലേറെ രൂപയാണെന്ന് KSRTC പറഞ്ഞിരിക്കുന്നു. അതേസമയം ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ടോ എന്ന വിവരാവകാശാപേക്ഷ പ്രകാരമുള്ള ചോദ്യത്തിന് ബന്ധപ്പെട്ട വകുപ്പ് മറുപടി നൽകിയിട്ടുമില്ല. KSRTCയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് യാതൊരു തൊഴിൽ സുരക്ഷയും കാലങ്ങളായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് KSRTCയിൽ സഞ്ചരിക്കുന്ന യാത്രക്കാർക്കും സുരക്ഷയില്ലെന്ന യാഥാർത്ഥ്യത്തിലേക്ക് കണക്കുകൾ വിരൽ ചൂണ്ടുന്നത്. KB ശ്യാമപ്രസാദ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം.